ഹായ്, ഇന്നുണ്ടല്ലോ ഞങ്ങൾ 3 വെൽനസ് പാർട്ടികളാണ് നടത്തിയത്. ആദ്യമായി GLP സ്കൂൾ പുറങ്ങിൽ. ശരിക്കും ഒരു നവ്യാനുഭവമായിരുന്നു എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും. അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ കുട്ടികളുടെ വാം വെൽക്കമിങ് തന്നെ ഞങ്ങളെ വല്ലാതെ അമ്പരപ്പിച്ചു. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഒരാൾക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസുകളോ അൺഹെൽത്തി വലിയ വിഷയമാണ്. മറിച്ച് ഒരു ദിവസം ചുരുങ്ങിയ 45 മിനിറ്റെങ്കിലും നമ്മുടെ ശരീരത്തെ മാറ്റുക. ചിന്ത നമ്മളിൽ ഉണർത്താൻ കുറച്ച് സമയം കൊണ്ടെങ്കിലും കഴിയും. കാരണം നമ്മൾ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ അപ്പോൾ നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടാനുള്ള ഒരു അവസരം. അത് എത്രത്തോളം നമ്മുടെ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ 2 മാസമായി അവർ പറഞ്ഞ കർഷകർ ഒരു കുഴപ്പമില്ല. താങ്ക് യു. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു തരാനാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഹെൽത്ത് കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് മറ്റൊരു ടോട്ടലി ഡിഫറെൻ്റ് ആകണം. നമ്മൾ പറയും കുട്ടികൾക്ക് അതിനുശേഷം ഒരു അവബോധ ക്ലാസ് നൽകിയത് കാരക്കാട് സ്കൂളിലായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. ടീച്ചേഴ്സും അതേപോലെ മാനേജ്മെൻറ്റും നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചു. മാത്രമല്ല ഞങ്ങൾക്ക് നൽകിയ വാം വെൽക്കമിങ്, ഹൃദയത്തിൽ നിന്ന് അവരോട് ഞങ്ങൾ നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് ഉദ്ഘാടനം നൽകിയത് പ്രിൻസിപ്പൽ ജബ്ബാർ സാറായിരുന്നു.
ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആരും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെയും തരം താഴ്ത്തുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളോട് തന്നെ ചോദിക്കാനുള്ളൊരവസരം. പറയപ്പെട്ട കണക്കുകൾ ഒന്ന് വെറുതെ താരതമ്യം ചെയ്ത് നോക്കാം. എൻ്റെ നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു സ്വയം ചോദിച്ചു നോക്കുക. കാരണം വേറെ ആൾക്കാർ, വേറെ ഡോക്ടർ അല്ലെങ്കിൽ വേറൊരു ചെക്കപ്പ് സെൻ്റർ. 54 വയസ്സാണ്. പേര് രാജേശ്വരി എന്നാണ്. ടീച്ചർ വീട്ടിലെടുത്തത്. 4 ദിവസത്തെ ഒരാളായിരുന്നു. ഞാൻ ബാൽബോൾ ക്ലാസ് കഴിഞ്ഞു, എന്നിട്ട് വൈറ്റ് ക്ലാസ് കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ശ്വാസം ഉണ്ടാവുക, കിതപ്പ്, കാൽവേദന, കാലിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 4 ഗുളിക കഴിക്കുന്നതാവും. 2 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ പോയിട്ട് ക്ലബിൽ പോയിട്ട് അവിടെ ഭക്ഷണ രീതിക്ക് മുന്നാണ് ഒരു കുഴപ്പമില്ല. നല്ലൊരു ക്ലാപ്പ് നല്ലൊരു കൈ മാഡത്തിന്. എന്റെ ഏതാ നടന്നിരുന്നില്ല, വെറും ഹൈറ്റും വെയിറ്റും നോക്കലാവും, അത്ര വലിയ കാര്യമില്ല എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പൊ നോക്കുമ്പോ ഒന്ന് ആരോഗ്യം ശ്രദ്ധിക്കാലോ എന്നൊരു തോന്നി. വെരി ഗുഡ്, അതന്നെ സൂപ്പർ. ഓക്കെ, ഒരു ടീച്ചർ കൂടി. ഹൈറ്റ് നോക്കുക, വെയിറ്റ് നോക്കാന്ന് മാത്രമാണ്. ഞാൻ ഇതുവരെ ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ ഷുഗർ ടെസ്റ്റ് ചെയ്യാനോ ഒന്നും ഞാൻ അതിന് നിന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കേട്ടതനുസരിച്ച് ഈ ലിസ്റ്റ് കയ്യിലിട്ടുമ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളൊരു അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൂടി, കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുറയ്ക്കും ചെയ്യുക, കൂട്ടണമെങ്കിൽ കൂട്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് പ്രതീക്ഷ. പ്രോഗ്രാം മോഡൽ ഉന്നയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ലിസ്റ്റ് കണ്ടപ്പോഴേ ഇവർ നോക്കുകയാണെങ്കിൽ എനിക്കും കൂടുതൽ തന്നെയാണ് ഹൈറ്റും. ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകാറുണ്ട്, എന്നാലും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ നന്നായി നല്ല ക്ലാസ്, കാരണം കേട്ടപ്പോൾ എനിക്കൊരു കുറച്ചും കൂടി ഒരു വ്യത്യാസം വരണമെന്നുണ്ട്. അപ്പം ഒന്നും കൂടി ശ്രമിക്കുക. അപ്പം നല്ല ക്ലാസ്സിന്